പിറവം നഗരസഭയിലെ DPC കോളേജ് നടപ്പാത ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. 10ഓളം കുടുംബങ്ങൾക്ക് വലിയ സഹായമാകുന്ന നടപ്പാത 2.35 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയത്. പിറവം നഗരസഭ 14ാം ഡിവിഷനിലെ BPC കോളേജ് നടപ്പാതയുടെ ഉദ്ഘാടനമാണ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചത്. ഞങ്ങളുടെ ഈ ഭരണത്തെ നിലനിർത്തുന്നതിന് നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ഞാനടക്കം ഇവിടെ ഞങ്ങൾ വന്ന് ഇലക്ഷൻ്റെ സമയത്തൊക്കെ വന്നു. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഈ ഭരണം തുടരുന്നതിന് അജേഷിൻ്റെ ജയം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കരുതലും മാത്രമല്ല, മറ്റ് നഗരസഭയുടെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു പ്രദേശം പിന്നോക്കമാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും റോഡിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും വീടുകളുടെ മെയിൻ്റനൻസ്, ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മോശപ്പെട്ട വീടുകളുള്ള പ്രദേശം കൂടുതലിത്. അപ്പോൾ ആ ഒരു പ്രത്യേക കരുതലൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 10ഓളം കുടുംബങ്ങൾക്ക് സഹായകമാകുന്ന നടപ്പാത 2.35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പൂർത്തീകരിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ റോഡുകളും ഇവിടെ മാന്യമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ ടാറിടുകയും കട്ടവിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം ഇവിടെ രൂക്ഷമായ പ്രശ്നമായിരുന്നു. കൊറോണ ബാധിച്ച കാലത്തിലെല്ലാം അജേഷിന് എപ്പോഴും ഫോൺ വരും. അപ്പോൾ അജേഷ് ഞങ്ങളോട് പറയും, കണ്ടു ഇവിടെ വെള്ളമില്ലാത്തതിനാണ് ആൾ വിളിക്കുന്നത്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കൊറോണ ബാധിച്ചവരെങ്ങനെ പുറത്തിറങ്ങും, അവർക്ക് വെള്ളം കുടിക്കുക, എൻ്റെ വാർഡിൻ്റെ പ്രശ്നമാണിത്, ഇതെന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നുള്ള വളരെ ദയനീയമായിട്ടൊരവസ്ഥ. മനുഷ്യന് കുടിവെള്ളം നമുക്കറിയാമല്ലോ. ഇന്ന് ബഹുമാനപ്രധാനിയായ ചെയർപേഴ്സൻ്റെ എല്ലാ നേതൃത്വത്തിൽ അവിടെ കുടിവെള്ള പദ്ധതിക്കുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചു അതിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിയുമ്പോൾ പുതിയ മെമ്പർമാർ വന്നാലും നിങ്ങൾ ആദ്യത്തെ വെള്ളമെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അജേഷിനെയും ജൂലിയും ഗിരീഷ് കുമാർ, ജോയിച്ചേട്ടൻ അടക്കമുള്ള ആളുകളെ ആയിരിക്കണം. അവരുടെ പ്രയത്നഫലമായിട്ടാണ് ഈ 14ാം വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വാർഡ് കൗൺസിലർ ഡോക്ടർ അജീഷ് മനോഹർ സ്വാഗതമർപ്പിച്ച ചടങ്ങിൽ ജയമോൾ പീറ്റർ നന്ദി അർപ്പിച്ചു. 2 വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2,35,000 രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് പൂർത്തീകരിച്ചിട്ടുള്ളത്. പൂർത്തീകരിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം എനിക്കിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ എല്ലാ വീടുകൾക്കും 1-2 വീടുകൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വീടുകൾക്കും മെയിൻ്റനൻസും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒരു സഹായം ചെയ്തു തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളാണ്. കാരണം ചെയർപേഴ്സൻ്റെ അടുത്ത് 14ാം വാർഡിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരിക്കൽ പോലും അതിന് തടസ്സം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. യോഗത്തിൽ കൗൺസിലർമാരായ പി ഗിരീഷ് കുമാർ, ജോജിമോൻ ചാരിപ്ലാവിൽ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി AE പൗർണമി, ആശ ജോമോൻ, നിത്യ രാജേഷ്, രത്നാകരൻ, ശശി, ബാബു, വർക്കി, സുകുമാരൻ, രശ്മി ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.